ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ് വിധി പറയുക. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചത് പങ്കജ് ഭണ്ഡാരിയുടെ കമ്പനിയായിരുന്നു. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം തത്സമയം മോർണിംഗ് ഷോയിൽ ചേർന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആദ്യം മുതൽ തന്നെ സംശയനിഴലിലുള്ള സ്ഥാപനമാണ് സ്മാർട്ട് ക്രിയേഷൻസ്. ഇവിടെ വെച്ചിട്ടായിരുന്നു ദ്വാരപാലക ശില്പത്തിൽ നിന്ന് ഈ സ്വർണം വേർതിരിച്ച് എടുത്തത്. ഇപ്പോൾ ഈ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ വീണ്ടും ഹൈക്കോടതിയുടെ മുൻപിലേക്ക് എത്തുകയാണ്. ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 12ാമത്തെ പ്രതിയാണ് പങ്കജ് ഭണ്ഡാരി. ഇപ്പോൾ ജയിലിലാണ്. അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയാണ് ഇന്ന് പ്രധാനമായും പരിഗണിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചനയിൽ പ്രധാന പങ്കാളിയാണ് പങ്കജ് ഭണ്ഡാരി എന്നുള്ളതായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഇത് തന്നെയാണ് കോടതിയിൽ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ശബരിമലയിൽ നിന്ന് ഈ സ്വർണം അതായത് ദ്വാരപാലക ശില്പങ്ങൾ സ്മാർട്ട് ക്രിയേഷനിലേക്ക് എത്തി എന്നുള്ളതല്ലാതെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും തനിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത്തരമൊരു കൊള്ളയാണതെന്നുള്ളത് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പങ്കജ് ഭണ്ഡാരിയുടെ വാദം. ഇത്തരത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ എത്തുന്നു, അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചു എന്നല്ലാതെ ഇതിന് പിന്നിലുള്ള ഗൂഢാലോചന തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് പങ്കജ് ഭണ്ഡാരി വാദിക്കുന്നത്. എന്നാൽ അവിടെ വെച്ച് തന്നെ ഈ സ്വർണം വേർതിരിക്കുകയും അതിൽ കൃത്യമായിട്ടുള്ള അറിവ് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിക്ക് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഗോവയിൽ നിന്നുള്ള ഒരു സംഘം വന്ന് ഇതിൽ നിന്ന് ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചതും അതിൽ നിന്ന് സ്വർണം പിന്നീട് മോഷണം പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഗൂഢാലോചന, ഒരു സംഘം ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു എന്നുള്ളതായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ വീണ്ടും ഹൈക്കോടതിയുടെ മുൻപിലേക്ക് എത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.